കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 8 നിലയിൽ പൊട്ടിച്ചാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. മേൽവിലാസം പോലും ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ്കാർ ഉൾപ്പെടെ എഴുതിത്തള്ളിയെടുത്തു നിന്നാണ് കോൺഗ്രസ് വിജയത്തിലേക്ക് എത്തിയത്. ശരിക്കും പൊരുതി നേടിയ വിജയമായിരുന്നു അത്. വിജയത്തിന് പിന്നിൽ അരയും തലയും മുറുക്കി രംഗത്തുണ്ടായിരുന്നത് ഡി.കെ. ശിവകുമാർ ആയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ഏവരും കരുതിയെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന് സംഭവിച്ചത് കർണാടകയിലും ആവർത്തിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉറപ്പിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ മുറിവേറ്റ മനസ്സുമായി ഡി.കെ. ശിവകുമാർ പാർട്ടിക്ക് കീഴ്പ്പെട്ട് നടന്നു. ഇടയ്ക്കിടെ തന്റെ നീരസം അദ്ദേഹം പറയാതെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ 2 ആഴ്ച മുമ്പ് സിദ്ധരാമയ്യയെ മാറ്റി ഡി.കെ. മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം അവരോധിച്ചു. പ്രശ്നങ്ങളെല്ലാം ഒടുങ്ങുകയും തുടർഭരണം കിട്ടുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ ഡി.കെയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നയിക്കുമെന്ന് കരുതിയെങ്കിലും തുടക്കത്തിലെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പുതിയ മന്ത്രിസഭയിലെ അംഗമായ രാമലിംഗ റെഡ്ഡിയാണ് ആദ്യം മുടക്കിട്ടത്. ആഗ്രഹിച്ച വകുപ്പ് കിട്ടാത്തതിൽ കലിപൂണ്ട അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. വകുപ്പിലെ തന്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഏറെ പണിപ്പെട്ട് രാമലിംഗ റെഡ്ഡിയെ അനുനയിപ്പിച്ച് രാജി പിൻവലിപ്പിച്ചു. ഇതോടെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയെന്ന് ഏവരും കരുതി. എന്നാൽ പുറത്തു വന്നതിനേക്കാൾ പ്രശ്നങ്ങളാണ് മന്ത്രിസഭയിലും പാർട്ടിക്കുള്ളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ലഭിച്ച വകുപ്പുകളിൽ പലതിലും മന്ത്രിമാർ തൃപ്തരല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തങ്ങളുടെ ആശങ്കകൾ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ മന്ത്രിമാർ ഡൽഹിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗളൂരു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണ ബൈരേഗൌഡയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. വകുപ്പ് അനുവദിച്ചില്ലെങ്കിലും അദ്ദേഹം ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ബംഗളൂരു വികസന അതോറിറ്റി, ബംഗളൂരു മെട്രോപൊളിറ്റൻ മേഖലാ വികസന അതോറിറ്റി എന്നിവ ബംഗളൂരു വികസന വകുപ്പിന് കീഴിൽ കൊണ്ടുവരാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് അധികാരമേൽക്കാത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ചില എം.എൽ.എമാർ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ചരടുവലികളും തുടങ്ങിയിട്ടുണ്ടത്രേ. ഇവരെയൊക്കെ തൃപ്തരാക്കി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ കുഴങ്ങുകയാണ് പാർട്ടി നേതൃത്വം. രാഷ്ട്രീയത്തിൽ പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാവും. അതെല്ലാം വിജയകരമായി തരണം ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ മിടുക്കെന്നും അത് ഡി.കെ. തെളിയിച്ചുവെന്നുമാണ് അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. കണക്കിന് പോയാൽ പാർട്ടിക്കുള്ളിലെ കലാപം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ ഡി.കെക്ക് കഴിയില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അധികം വൈകാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ശുഭസൂചനയല്ല. പ്രത്യേകിച്ച് ഏതു വിധേനയും അധികാരം തിരിച്ചുപിടിക്കാൻ ബി.ജെ.പി അവസരം പാർത്തിരിക്കുമ്പോൾ. ഓപ്പറേഷൻ താമര ഉൾപ്പെടെ രാഷ്ട്രീയത്തിൽ പുതിയ രീതികൾ പലതും എഴുതിച്ചേർത്ത ഇടമാണ് കർണാടകം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. പാർട്ടിക്കുള്ളിലെ കലഹത്തിന് പിന്നിൽ ബി.ജെ.പി ആണോ എന്ന സംശയവും ചിലർക്കുണ്ട്. അതിനിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനപ്രിയ തന്ത്രങ്ങളെക്കാൾ ഡേറ്റാധിഷ്ഠിത നീക്കങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യമെന്ന് കോൺഗ്രസ് വീണ്ടും അടിവരയിടുകയാണ്. കർണാടകയിൽ സിദ്ധരാമയ്യയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും തന്റെ മുഖ്യ ഉപദേഷ്ടാവായ സുനിൽ കനുഗോലുവിനെ നിലനിർത്തിയത് കേവലം ഒരു ഭരണപരമായ തീരുമാനമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ നീക്കമാണ്. ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഈ നിയമനം കനഗോലു എന്ന തന്ത്രജ്ഞനിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് വ്യക്തമാക്കുന്നത്. 2 വർഷത്തിനിപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തുക എന്നതിനോടൊപ്പം കർണാടകയിൽ പാർട്ടിയുടെ സ്വന്തം പ്രതിച്ഛായയുടെയും അടിത്തറ അടിമുടി ജനകീയമാക്കുക എന്നതുമാണ് ഡി.കെ. ശിവകുമാറിന്റെ ലക്ഷ്യം. കർണാടകയിൽ മുൻപ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിയ പേ-സി-എം ക്യാമ്പയിനും ജനങ്ങൾക്കിടയിൽ തരംഗമായ 5 ഗ്യാരണ്ടികളും കനഗോലുവിന്റെ ഇൻക്ലൂസീവ് മൈൻഡ്സ് എന്ന ടീമിന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളായിരുന്നു. ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായ ജനകീയ മുദ്രാവാക്യങ്ങളാക്കി മാറ്റാൻ കനഗോലുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് കനഗോലു ഡി.കെയുടെ ടീമിലേക്ക് ഔദ്യോഗികമായി എത്തുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനവുമായി ചേർന്ന് കനഗോലു ഇനിയും ദീർഘദൂരം സഞ്ചരിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ബംഗളൂരുവിൽ നിന്നുള്ള ഈ പുതിയ വാർത്ത. കോൺഗ്രസിന് 3ാം സ്ഥാനവും ദക്ഷിണേന്ത്യയിൽ കരുത്തുറ്റ അടിത്തറയും സമ്മാനിച്ച ഈ ബുദ്ധി കേന്ദ്രം കർണാടകയിൽ പുതിയ ഭരണമാതൃക തീർക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. കൂടെ കർണാടകയിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണ പ്രതിസന്ധി എവിടെ വരെ എത്തുമെന്നും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.